സ്തോത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുറന്നു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഗിദെയോൻ ഒരു കാര്യം അറിയാം. എൻ്റെ സ്തോത്രം പിതാക്കന്മാർ അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മോശയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഫറവൻ്റെ അടുക്കൽ പോകാനും ഇസ്രായേൽ ജനത്തെ വിടുവിക്കാനും എൻ്റെ ദൈവമേ ഞാൻ ആരാ, ഞാൻ ആരുമല്ല. സ്തോത്രം. ആരുമല്ല എന്ന് പറഞ്ഞവനെയാണ് ദൈവം എല്ലാം ആക്കിയത്. ഹല്ലേലൂയ. ദൈവപൈതലേ, ഒരുവനിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് അവൻ സീറോ ആയി കഴിയുമ്പോഴാണ്. ഹല്ലേലൂയ. അവൻ സീറോ ആയി കഴിയുമ്പോൾ അവൻ്റെ ഇപ്പുറത്തൊരു ഒരു ഐ വന്ന് നിൽക്കും. അത് മനുഷ്യനല്ല, അത് ദൈവമാണ്. വിലയുള്ളതാക്കി മാറ്റത്തക്കവണ്ണം വിലയില്ലാത്ത അനുഭവത്തിൽ നീ കിടക്കുമ്പോൾ മനസ്സിലാക്കിക്കോണം, ആരുടെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിൽ ഒരു വിലയില്ല. നിനക്ക് തന്നെ അറിയാം ഞാൻ വിലയില്ലാത്തവന്. പക്ഷെ ദൈവം എൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ ഏറ്റവും വിലയുള്ളവനായി മാറും, വിലയുള്ളവളായി മാറും. എത്ര പേർ അത് തിരിച്ചറിയും? കരമുയർത്തിയെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ഇവിടെ ഗിദെയോനോട് പറഞ്ഞു, സ്തോത്രം, ഞാനല്ലയോ നിന്നെ അയക്കുന്നത്. അപ്പൊ ഗിദെയോൻ പോകുവല്ല, ദൈവം അയക്കുകയാണ്. പോകുന്നതും അയക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പോകുന്നത് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ തോന്നലിനും അനുസരിച്ചാണ്. അയക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല, അയക്കുന്നവൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവജനമെല്ലാം ആരാ? നമ്മളെല്ലാം അയക്കപ്പെട്ടവരാ. ഈ ലോകത്തിലായിരുന്നു നമ്മൾ. സ്തോത്രം. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചങ്ങ് വേർതിരിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് നമ്മളെ വിശുദ്ധരാക്കി. ഈ ലോകത്തെ, സ്തോത്രം, ഹല്ലേലൂയ, സുവിശേഷീകരിക്കാൻ എന്നെ നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അയച്ചിരിക്കുക. നാം അയക്കപ്പെട്ടവരാ. കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ.